നമുക്ക് ഉപകാരം കിട്ടുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മഹാനായ പേരോട് ഉസ്താദ് സംസാരിക്കാണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. കേട്ടില്ലെങ്കില് കുരുവട്ടൂരാള് കാട്ടുകള്ള നൗഷാദ് ഇതുവരെ പറഞ്ഞൊക്കെ ബാത്തിലായി. അപ്പൊ എന്താ സുലൈമാൻ ഉസ്താദ് വലിയ മഹാനാണ്, മാരിഫത്തുള്ള ആളാണ്. അതേമാതിരി കുത്തുബിതങ്ങളെ കൂടെയും ശംസുലമിന്റെ കൂടെ ഒക്കെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു ആലിമുണ്ടെങ്കിൽ അത് സുലൈമാൻ ഉസ്താദാണ്, നിഷ്കളങ്കനാണ്. എന്തെല്ലാമാ പറഞ്ഞിന്റെ കാരണം എത്ര ആളുണ്ട് മുഷാവറയിൽ. സുലൈമാൻ ഉസ്താദിനെ അതിലൊന്നും നിങ്ങൾ കൂട്ടണ്ട. അതൊക്കെ ഒരു അകക്കാമ്പുള്ള നല്ല വിനയമുള്ള കെ ഉസ്താദിന്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ കൂടെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു ആലിമാണ് അവരൊക്കെ. അതൊക്കെ മശായിഖുമാർ ഞങ്ങൾക്ക് കൃത്യമായി അത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ശ്രേഷ്ഠതയും പവറും മഹത്വവും ഒക്കെ ഞങ്ങൾ വ്യക്തിപര ആ സുലൈമാൻ ഉസ്താദിന്റെ ആ നാവുന്നേ ഈ കാട്ടുകളടക്കം വഹാബി എന്ന് പറഞ്ഞു നടക്കണേ പേരോട് ഉസ്താദ് മഹാൻ എന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ട്? ഞാൻ മഹാനായ പേരോട് ഉസ്താദ് സംസാരിക്കാണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏതായാലും നൗഷാദ് പറഞ്ഞ നൗഷാദിന്റെ നാവിനേക്കാളും ബർക്കത്തും അസറും സുലൈമാൻ ഉസ്താദ് നാവിലുണ്ട് ഉറപ്പല്ലേ? സുലൈമാൻ ഉസ്താദ് ഒരാളെ പറ്റി മഹാനാന്ന് പറഞ്ഞാൽ മഹാൻ തന്നെ. പിന്നെ അവിടെ വേറെ രണ്ടാമത് വർത്താനമില്ല. സുലൈമാൻ ഉസ്താദ് ഓൻ നല്ല അഹ്സനിയല്ല എന്ന് പറയണമെങ്കിൽ ഓ പിന്നെ നല്ല അഹ്സനിയല്ല, ഓൻ നല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. അതും കറക്റ്റാ. നൗഷാദ് ഇപ്പം എന്ത് പറഞ്ഞെന്ന് അപ്പം ഞാൻ പറഞ്ഞത് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനൊരു നല്ലൊരു അഹ്സനിമാരെ കൂട്ടത്തിൽ അവനെ കാണുന്നില്ല. അപ്പം സുലൈമാൻ ഉസ്താദ് മഹാനായ പേരോട് ഉസ്താദ് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്ഥിരപ്പെട്ടു. ഞാൻ അപ്പുറം നോക്കാനില്ല. ഇതുവരെ വഹാബിയാക്കി തരുന്നു. നൗഷാദ് പറയണ എന്ത് പേരോട് ഉസ്താദ് വഹാബിയാണ്, എന്നാലോ സുലൈമാൻ ഉസ്താദ് പറയണോ മഹാനായ പേരോട് ഉസ്താദ്. ആ നാവ് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞ മാതിരിയാ. അതിനെ ഞമ്മക്കറിയാം. എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ ചെറുപ്പം തൊട്ട് എനിക്കിപ്പോൾ 44 വയസ്സായി. എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്ന ആളാണ് സുലൈമാൻ ഉസ്താദ്. ഈ സുലൈമാൻ ഉസ്താദിനെ പറ്റി ഒരാളും നമ്മളെ പഠിപ്പിക്കണ്ട, പാട്ടുകളെ തീരെ പഠിപ്പിക്കണ്ട. ഓനൊക്കെ കാണുന്ന മുമ്പ് ഞാൻ സുലൈമാൻ ഉസ്താദിനെ വളർത്തിയാണ്. മനസ്സിലായോ? അതല്ലേ പമ്പേഴ്സിനൊക്കെ ഞാൻ ഇപ്പം നാടൻ പറയാൻ കാരണം എന്താ, പമ്പേഴ്സ് സുലൈമാൻ ഉസ്താദിനെതിരെ വന്നു. അതിന് ശേഷമാണ് ഓനെൻ്റെ മരണം വരാൻ വെറുതെ വിടില്ല. ഓനെൻ്റെ കൈ കിട്ടാത്ത അന്ന് എൻ്റെ കൈ കിട്ടാത്ത ഓൻ്റെ ഭാഗ്യം. മനസ്സിലായോ? അത്രപ്പോ ഞാൻ പറഞ്ഞുള്ളൂ. ആ മഹാനായ സുലൈമാൻ ഉസ്താദാണ് പറഞ്ഞത് പേരോട് ഉസ്താദ് മഹാനാണ്. ഒക്കെ പൊളിഞ്ഞു. അതാണ് സുലൈമാൻ ഉസ്താദ് മഹാനാണ്. മഹാന്മാർക്കല്ല മഹാന്മാരാരുള്ളൂ. സുലൈമാൻ ഉസ്താദ് മഹാനാണെന്നുള്ള എത്ര പ്രസംഗിച്ചു, 6 മാസം പ്രസംഗിക്കുന്ന 6 മാസം പറഞ്ഞ ക്ലിപ്പിൻ്റെ കയ്യിലുണ്ട്. ഞാൻ എടുത്തുവെച്ചിരിക്കുന്നത് ഒക്കെ വിട്ടതും ബ്രാത്തിലൊക്കെ എൻ്റെ അടുത്തുണ്ട്. എന്ന് പറഞ്ഞു തുടങ്ങിയോ അന്ന് തൊട്ട് എടുത്തുവെച്ചിരുന്നു. എന്താ സുലൈമാൻ ഉസ്താദ് മഹാനാണ്. അപ്പൊ മഹാനായ സുലൈമാൻ ഉസ്താദ് ഒരാളെ പറ്റി മഹാനാന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒന്നുമില്ലാതെ പറയില്ലല്ലോ. അപ്പൊ ഇതേ വഹാബി എന്ന് പറഞ്ഞൊക്കെ ഒരൊറ്റ 15 സെക്കൻഡിലെ ക്ലിപ്പ് കൊണ്ട് ഫുള്ള് ബാത്തിലായി. എങ്ങനെയുണ്ട്? എന്തായാലും നൗഷാദിന്റെ നാവിനേക്കാളും കാട്ടുകള്ളൻ സമദിന്റെ നാവിനേക്കാളും കാട്ടുകള്ളൻ കുഞ്ഞമ്മീന്റെ നാവിനേക്കാളും അസറും ബർക്കത്തും ആ സുലൈമാൻ ഉസ്താദിന്റെ നാവിലുണ്ട് ഉറപ്പല്ലേ? ഇവരന്മാരി ജീവിതത്തിൽ ഒരാളെ തെറി പറഞ്ഞിട്ടുണ്ടാവില്ല. സുലൈമാൻ ഉസ്താദ് ജീവിതത്തിൽ ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല. തെളിയിക്കാൻ കഴിയാക്കും, വെല്ലുവിളിക്കാൻ ഉണ്ടാവില്ല, ജീവിതത്തിൽ ഉണ്ടാവില്ല. അത്രയും പരിശുദ്ധമായ നാവാണ്. നിങ്ങളുടെയൊക്കെ 100 കാണിച്ചാണ്ടാവും. എൻ്റെ കാട്ടുകള്ളൻ്റെതടക്കം നമ്മളെ കയ്യിലില്ലേ? പൂനേസം പറയണ്ടേ, തെറി പറയണ്ടേ. ആ പരിശുദ്ധമായ നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിച്ചത് ഒരു ശത്രുക്കൾക്ക് പോലും കാണിക്കാൻ കഴിയില്ല. അത്രയും പരിശുദ്ധമായ നാവാണ്. ആ നാവ് എന്നാ പറയേണ്ടത് എന്ത്? മഹാനായ പേരോട് ഉസ്താദ്. നമ്മളാരും ചിന്തിക്കേണ്ട കാര്യമില്ല, അത് മഹാൻ തന്നെ. സുലൈമാൻ ഉസ്താദ് മഹാനല്ല, ഓൻ പേച്ചവനാണ്, ഓൻ നല്ലവനല്ല എന്ന് പറഞ്ഞാൽ അത് നല്ലവനുമല്ല. അത് മനസ്സിലാക്കിക്കോളി. അതിന് ആദ്യം സുലൈമാൻ ഉസ്താദിനെ പറ്റി അറിയണം. അറിഞ്ഞവർക്കറിയാം. ഒക്കെ പത്തിലായി, പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി.